ഏകപാത്ര നാടകശില്പി ചാലിശ്ശേരി സ്വദേശി ഗോപിനാഥ് പാലഞ്ചേരിയുടെ ഏകാംഗ നാടകത്തിന് സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് നാടിന് അഭിമാനമായി. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടത്തിയ സംസ്ഥാനതല സർഗോത്സവത്തിലാണ് മരണമൊഴി എന്ന ഏകപാത്ര നാടകത്തിന് ഒന്നാം സ്ഥാനം നേടിയത്. ഏതാണ്ട് ഒരു വർഷത്തോളമായി ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി അവതരിപ്പിച്ചുവരുന്ന ഏകപാത്ര നാടകമാണ് സമ്മാനാർഹമായത്. ചെറുപ്രായം മുതൽ സ്കൂൾ നാടകരംഗങ്ങളിലൂടെ അരങ്ങിന്റെ വിശ്വസ്തനായ ഗോപിനാഥ് 63 വയസ്സിന്റെ നിറവിലും നാടക പ്രേമവും കലാരംഗത്തുള്ള പ്രതിബദ്ധതയും അഭിനിവേശവും നിലനിർത്തി മികച്ച പ്രകടനവും ചലനാത്മക അവതരണവും കൊണ്ട് മരണമൊഴി എന്ന ഏകപാത്ര നാടകത്തെ വ്യത്യസ്തമാക്കിയിരുന്നു. മികച്ച നടന വൈഭവത്തോടെയാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി ഈ കലാകാരൻ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ഇതിനോടകം നാടകം 115ഓളം വേദികളിൽ മരണമൊഴി അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോടാന്ന് വെച്ചിട്ടാ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ന്യായം പറയണം. മൂക്കാട്ടിരി മഠത്തിലെ കാര്യസ്ഥനാ രാമൻ നായരെന്ന് ഓർമ്മ വെച്ചോളണം. പണ്ടൊക്കെ ഒരു മര്യാദയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. പാട്ടം മുഴുവൻ തന്നില്ല എന്നുള്ളതും പോട്ടെ, ന്യായം പറയാൻ വേണം. ആധുനിക കാലത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളെ സ്പർശിക്കുന്നതാണ് മരണമൊഴിയുടെ കഥ. നിരവധിയായ നാടകങ്ങളിൽ വേഷമണിഞ്ഞ ഇദ്ദേഹം 2 വർഷം മുമ്പ് സംസ്ഥാന പഞ്ചായത്ത് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പാട്ടബാക്കി എന്ന നാടകത്തിലും മികച്ച അഭിനയം കാഴ്ചവെച്ചു. വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിനായി ചാലിശ്ശേരി സ്കൂളിൽ ക്യാമ്പ് നടത്തിവരുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സന്നദ്ധ പ്രവർത്തകനുമാണ്. കൗക്കോട് പാലഞ്ചേരി ചോഴി കാർത്തിയേനി ദമ്പതികളുടെ മകനായ ഗോപിനാഥിന്റെ സഹധർമ്മിണി ഓമനയും ശില്പ കാവ്യ എന്നിവർ മക്കളുമാണ്. മരണമൊഴിയുടെ 116ാമത് അവതരണം ചൊവ്വാഴ്ച പെരുമ്പിലാവ് TMVHS സ്കൂളിൽ നടക്കും.